നമുക്ക് ഇന്ന് ലോകം ഒന്ന് ചുറ്റിക്കറങ്ങി വന്നാലോ? നമ്മുടെ കൊച്ചു കേരളത്തിലെടുക്കാം. 4 വയസ്സായ ഒരു കുട്ടിയെ അതിൻ്റെ സ്വർണം തട്ടിയെടുക്കാൻ വേണ്ടി തട്ടിക്കൊണ്ടുപോയി. കുട്ടി കരഞ്ഞതുകൊണ്ട് എന്തോ ഭാഗ്യം കൊണ്ട് അതിനെ ഉപേക്ഷിച്ചു പോയി. നമ്മൾ കുട്ടികളോട് ചെയ്യേണ്ട ഒരു കാരുണ്യം, ദയവായി അവരോട് സ്നേഹമുണ്ടെങ്കിൽ കുട്ടികളുടെ ശരീരത്തിൽ സ്വർണ്ണം ഉപയോഗിക്കരുത്, സ്വർണ്ണം വിടരുത്. നിങ്ങൾ വല്ല ഫങ്ഷനോ അല്ലെങ്കിൽ വാത്സല്യം കൊണ്ടോ ഒരല്പം സ്വർണ്ണം ഇട്ടാൽ ഉടൻ തന്നെ അഴിച്ച് മാറ്റി കഴിയുക. നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞില്ല. നമ്മുടെ ചുറ്റും നിൽക്കുന്ന ആൾക്കാർ പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലം. ഒന്നാമത് ഇപ്പോൾ സ്വർണത്തിന് അതിയായ വില കയറിക്കൊണ്ടിരിക്കുന്നു, ഭയങ്കരമായിട്ട് വില കയറുന്നു. അപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർ അങ്ങോട്ട് കണ്ണുവയ്ക്കും. നല്ലവൻ മോശക്കാരനാകും, മോശക്കാരൻ നല്ലവനാകും. ഇങ്ങനൊരു കാലഘട്ടത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ കഴിയുന്നതും കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ സ്വർണ്ണമിടുന്നതും അത് നമ്മൾ ആസ്വദിക്കുന്നതും ഒന്ന് ഒഴിവാക്കിയാൽ നമ്മൾ അവരോട് കാണിക്കുന്ന ഏറ്റവും വലിയ ഒരു കരുണ അതായിരിക്കും. കാരണം അവർക്കറിയില്ലല്ലോ കുഞ്ഞുങ്ങൾക്ക്. പിന്നെ പോലീസ് ഒരു വലിയ ഫൻസിൽ കൂടിയ ഒരു ഗ്യാങ്ങിനെ പിടികൂടിയിട്ടുണ്ട്. അതിൽ നിന്ന് പല രഹസ്യങ്ങളും പുറത്തു വരാൻ ചാൻസ് ഉണ്ട്. ഇന്ന് നമ്മൾ മീഡിയ നോക്കുകയാണെങ്കിൽ, വാർത്തകൾ നോക്കുകയാണെങ്കിൽ, എല്ലാ ചാനലുകളും ഒന്ന് കണ്ണോടിക്കുകയാണെങ്കിൽ കൊള്ളയും കൊലയും, മനുഷ്യന് ജീവിക്കാൻ പറ്റാത്തൊരു, മനുഷ്യൻ്റെ വക്രബുദ്ധി നമുക്ക് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ അതൊക്കെ ഒന്ന് നമ്മൾ മീഡിയ വഴിയോ പത്രം വഴിയോ ന്യൂസുകളായിട്ട് നമ്മൾ അറിയുകയാണെങ്കിൽ അത് അറിയേണ്ട ചരിത്രങ്ങൾ തന്നെയാണ്. മനുഷ്യനെ ഈ ഭൂമിയിൽ ഒരല്പസമയം, അല്പകാലം ജീവിക്കാൻ വരുന്നവർ പിന്നെ ഈ ഭൂമിയിൽ നിന്ന് മണ്ണായി മാറിപ്പോകുന്നു. അങ്ങനെയുള്ള മനുഷ്യൻ മതത്തിൻ്റെ പേരിൽ, മതചിട്ടകൾ കൊണ്ട്, നിയമങ്ങൾ കൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം തൻ്റെ ആഗ്രഹങ്ങളനുസരിച്ച് ജീവിക്കാനോ, ഒന്നുമില്ലെങ്കിലും ഒന്ന് സ്വതന്ത്രമായി ജീവിക്കാൻ പോലും പറ്റാതെ മതങ്ങൾ പണ്ട് അടിമകളായി വച്ചിരുന്നത് പോലെ അതിനേക്കാൾ ക്രൂരമായി ഇന്ന് അടിമയാക്കി വയ്ക്കുന്നു. അതിൽ ഏറ്റവും കൂടുതൽ കഷ്ടത അനുഭവിക്കുന്ന സ്ത്രീകളാണ്. ചൂട് സ്ഥലങ്ങളിൽ, ചൂട് ദേശങ്ങളിൽ, ഭയങ്കരമായ സൂര്യപ്രകാശം കൊണ്ടുള്ള ചൂടുള്ള ദേശം, അവിടെയൊക്കെ മനുഷ്യന് ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള വസ്ത്രങ്ങൾ ഉപയോഗിച്ച് മൂടിക്കെട്ടി അവർ വളരെയധികം കഷ്ടതയും ത്യാഗം അനുഭവിക്കുന്നു. കുട്ടികളായിരിക്കും അതിൽ ഏറ്റവും കഷ്ടത അനുഭവിക്കുന്നത്. കുഞ്ഞിലേ തന്നെ അവരെ മതത്തിൻ്റെ നിയമങ്ങൾ കൊണ്ട്, ഓരോ മതങ്ങൾ കാണിക്കുന്ന ക്രൂരത. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, ഈ മതങ്ങൾ ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ്, ഒരു കൂട്ടം ആൾക്കാരോട് ചേർന്നല്ല. ദൈവത്തിന് അങ്ങനെ പക്ഷപാതമൊന്നുമില്ല. ഇന്നയാളുടെ സംസാരിക്കുകയുള്ളൂ, ഇന്നയാളിനോടെ സംസാരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അയാളെ കാണുള്ളൂ, അയാൾക്ക് കൈ കൊടുക്കുകയുള്ളൂ, അയാൾ വഴിയേ വാർത്ത കൊടുക്കുകയുള്ളൂ. അങ്ങനെയൊന്നുമില്ല. ദൈവം എല്ലാവരോടെയും സംസാരിക്കും. അപ്പോൾ ഒരു വ്യക്തിയോട് മാത്രം സംസാരിച്ചു എന്ന് പറഞ്ഞ് ആ വ്യക്തി ഒരു മതം ഉണ്ടാക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിൽ
ആ വ്യക്തിയിൽ നിന്ന് എന്തോ വക്രബുദ്ധിയുണ്ട്. പല നിയമങ്ങളും അവരുണ്ടാക്കും. 40 വർഷം അടുത്ത് യാത്രയൊക്കെ ചെയ്തപ്പോൾ അവിടെ നിയമങ്ങളുണ്ടാക്കി. പിന്നെ ആയിരക്കണക്കിന് വർഷങ്ങൾ മനുഷ്യനെ അടിമയായി ഉപയോഗിച്ച് ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞ ശേഷമാണ് അടിമത്തത്തിൽ നിന്ന് മനുഷ്യനെ അടിമത്തത്തിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കാനുള്ള ഒരു അവസരം ഉണ്ടായി വന്നിട്ടുള്ളത്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ മനുഷ്യൻ ക്രൂരത കൊണ്ട്, ക്രൂരമായ നിയമങ്ങൾ കൊണ്ട് മതത്തിൻ്റെ പേരിൽ അടിമപ്പെടുത്തുന്നു. മതഭരണം ഇന്നും നടക്കുന്നുണ്ട് ലോകത്ത്. മനുഷ്യൻ വളർന്നു, ശാസ്ത്രം വളർന്നു, സത്യങ്ങൾ ശാസ്ത്രം കണ്ടുപിടിച്ചു. എന്നിട്ടും നമ്മുടെ കുഞ്ഞിലെ മുതൽ നമ്മുടെ ഹൃദയത്തിൽ അടിച്ചേൽപ്പിക്കുന്ന ആ ചിന്താഗതി അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. ഇപ്പോൾ എനിക്ക് ഒരു ചെറിയ തടസ്സം വന്നതുകൊണ്ട് ഞാൻ വീഡിയോ ഇപ്പോൾ ഇവിടെ നിർത്തുകയാണ്. പിന്നീട് ഒരു അവസരത്തിൽ കൂടുതലായി വരാം. ഓക്കെ, താങ്ക് യു.